നമ്മൾ ഇന്നും കണ്ണൂരിലേക്ക് പോകുന്നുണ്ട്. തീർച്ചയായും ഫ്ലെക്സ് തന്നെയാണ് പ്രശ്നം. CPM-ലും ഫ്ലെക്സ് യുദ്ധമാണ്. അതെ അതെ. കണ്ണൂരിൽ വീണ്ടും പി ജയരാജന് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ. അഴീക്കോട് മണ്ഡലത്തിലാണ് ഫ്ലെക്സ് ബോർഡുകൾ. പി ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്നാണ് ഫ്ലെക്സിലെ വാചകങ്ങൾ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPM-ൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് കണ്ണൂരിൽ പോസ്റ്ററുകളും ഫ്ലക്സുകളും ഉയർന്നിരുന്ന വിവരങ്ങളുമായി മിഥുൻ പിള്ളയാണ് നമുക്കൊപ്പം ചേർന്നത്. മിഥുൻ, പി ജയരാജൻ വന്നാൽ രക്ഷപ്പെടുന്ന അവസ്ഥയിലാണോ ഇടതുപക്ഷം? എന്തായാലും കഴിഞ്ഞ ദിവസം പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ അവിടെ ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അപ്പോഴും പറഞ്ഞിരുന്നത് പി ജയരാജൻ വന്നാൽ പാർട്ടി രക്ഷപ്പെടും, പി ജയരാജൻ വരട്ടെ, പാർട്ടിയെ രക്ഷിക്കൂ എന്നൊക്കെയായിരുന്നു. രാഖി, ഗൗതം, കണ്ണൂരിൽ നമുക്കറിയാം CPM കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. അതിന് പിന്നാലെയാണ് ഈ നേതൃമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ വ്യാപകമായി പലയിടത്തായി ഉയരുന്നത്. ഇപ്പോൾ പി ജയരാജന് വേണ്ടി ആണ് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരിക്കുന്നത്. അഴീക്കോട് മണ്ഡലത്തിലാണ് ഇത്തരത്തിൽ ബോർഡ് വന്നത്. പി ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്നാണ് ഫ്ലെക്സിലെ വാചകങ്ങൾ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ വ്യാപകമായി ഫ്ലെക്സുകളും പോസ്റ്ററുകളും ഒക്കെ വന്നിരിക്കുന്നത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ആരാണ് വെച്ചത് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം കോളയാട് മേഖലയിൽ സമാനമായ രീതിയിൽ പി ജയരാജനെ വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ MV ഗോവിന്ദനെതിരെയും പിണറായി വിജയനെതിരെയും വ്യാപക വിമർശനവും ഉയർന്നിരുന്നു. എന്നാൽ പി ജയരാജനെ ഈ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നത് പ്രാവർത്തികമാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നു. കാരണം നിലവിൽ 75 വയസ്സാകാൻ പോവുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാനോ സംസ്ഥാന സെക്രട്ടറി ആക്കാനോ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായും ഏത് തരത്തിലേക്ക് ആണ് ഈ അണികൾ ആവശ്യപ്പെടുന്നത് എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതിലും തോൽവിക്ക് പിന്നാലെ CPM-നുള്ളിൽ കലഹങ്ങൾ കലശലാകുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. രാഖി, അതായത് മിഥുൻ, ഈ പി ജയരാജനെ ഒരു രീതിയിൽ ഈ പിണറായി ഉൾപ്പെടെയുള്ള ടീമുകൾ ഒതുക്കിയിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഒരു കിട്ടിയ അവസരം ഈ PJ ആർമിയും തിരിച്ച് ഉപയോഗിക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വടകരയിൽ പി ജയരാജനെ പാർട്ടി തന്നെ തോൽപ്പിച്ചു എന്നൊക്കെ വിമർശനം ആ ഘട്ടത്തിലൊക്കെ ഉയർന്നിരുന്നു. അതിനുശേഷം പി ജയരാജൻ അങ്ങനെ അത്ര ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. നേരത്തെ കൊലപാതക പരിപാടികളിൽ ഉൾപ്പെടെ ഇദ്ദേഹം നേതൃത്വം കൊടുത്ത ആളാണ് എന്ന വിമർശനമൊക്കെ ഉണ്ടെങ്കിലും അടുത്ത കാലത്ത് അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. അപ്പോൾ പിണറായി തോറ്റത് കൊണ്ട് ഇനിയും പാർട്ടിയിൽ പിടിമുറുക്കും എന്ന നിലപാടാണോ പി ജയരാജനും അനുയായികൾക്കും ഉള്ളത്? ഗൗതം, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിണറായി വിജയൻ ആയിരുന്നു ഇത്രയും നാളും ഒരു അപ്രമാദിത്വം പാർട്ടിയിൽ കാത്തുസൂക്ഷിച്ചത്. അന്ന് പല ആളുകളെയും ഒതുക്കുകയും മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ പൂർണ്ണ സാഹചര്യമാണ് സംസ്ഥാനത്തെമ്പാടും CPM നേരിട്ടത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒതുക്കി നിർത്തിയ ആളുകളും മാറ്റി നിർത്തപ്പെട്ട ആളുകളും ഒക്കെ തന്നെ പിണറായിക്കെതിരെ രംഗത്ത് വരാനുള്ള സാധ്യത ശക്തമാണ്. ഏതായാലും അതിന്റെ ഒരു സൂചന തന്നെയാണ് ഇത്തരത്തിൽ പി ജയരാജന് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ വ്യാപകമായി വരുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. കാരണം പി ജയരാജനെ ഒതുക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ പിണറായി ശ്രമിച്ചതെന്ന് നേരത്തെ തന്നെ വിമർശനമുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ പി ജയരാജനെ കൊണ്ടുവരണമെന്ന് പറയുന്നത് പിണറായി യുഗത്തിന്റെ അന്ത്യത്തിന് വേണ്ടി ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഗൗരവം, എന്തായാലും ഗോവിന്ദനും പിണറായി വിജയനുമെതിരെ ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിന് പിന്നിൽ ആരാണ് എന്ന് വളരെ കൃത്യമായി പറയേണ്ടതില്ല അല്ലേ? കാരണം PJ ആർമി എന്ന പേരിൽ അവിടെ ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതായത് നേതൃനിരയിലേക്ക് ഇനി പി ജയരാജൻ വന്നാൽ എല്ലാം രക്ഷപ്പെടുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവിടെ അണികളുടെ പോക്ക് എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നു എന്നുള്ളതാണ് അല്ലേ? ഈ പി ജയരാജനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി ഇപ്പോഴത്തെ ഈ പടുകുഴിയിൽ നിന്ന് ഇവർക്ക് ഉടനെ എങ്ങാനും മോചനം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം കണ്ണിൽ ഒരു തരിയെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പൊ അതുമില്ല. അതെ അതെ അതെ. ഏതായാലും CPM-ന്റെ കണ്ണൂരിൽ തന്നെ അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമെന്ന് അവർ എല്ലാ കാലത്തും പറയുന്ന കണ്ണൂരിൽ തന്നെ പാർട്ടി വിഭാഗീയതയിലേക്ക് വലിയ വിഭാഗീയതയിലേക്ക്. കാരണം കുഞ്ഞികൃഷ്ണൻ TK ഗോവിന്ദനൊക്കെ ജയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ പാർട്ടിയുടെ അടിത്തറ അവിടെ പോയി എന്നുള്ളതാണ്. അതിൻ്റെ കൂടെയാണ് ഈ പി ജയരാജൻ ഇങ്ങനെ പിണറായിക്കെതിരെ ഒളിയമ്പുമായി രംഗത്തെത്തുന്നത്, പി ജയരാജന് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് സമാനതകളില്ലാത്ത വലിയ പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.